നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KU ബിജുവിന്റെ 8ാമത് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. തീരദേശത്ത് വ്യാപകമായി കുടിവെള്ളം പാഴാകുന്നു. വാർത്തകൾ വിശദമായി. CPIM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന KU ബിജുവിന്റെ 8ാമത് രക്തസാക്ഷി ദിനം CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. രാവിലെ പാർട്ടി പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി ബിജുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സഖാവിന്റെ പ്രസ്ഥാനത്തിന്റെ കൊടുങ്ങല്ലൂരിലെ ആദരണീയരായ നേതാക്കളും സഖാവിന്റെ പ്രസ്ഥാനത്തിന്റെ സഖാക്കളുമാണ്. സഖാവ്യശ്രമം കൊള്ളുന്ന സഖാവിന്റെ വസതിയിലേക്ക് പ്രിയമുള്ളവരെ തുടർന്ന് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും 35 പാവപ്പെട്ടവർക്ക് പെൻഷൻ വിതരണവും ബിജു അനുസ്മരണ യോഗം നടത്തി. KS മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അമ്പാടി വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനങ്ങളെ സംഘടിപ്പിക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് സർ ബിജു ഏർപ്പെട്ടിരുന്നത്. ആ ഒരു കുറ്റം മാത്രമാണ് സർ ബിജു യഥാർത്ഥത്തിൽ ചെയ്തത്. പക്ഷെ അതൊരു കുറ്റമാണെങ്കിൽ ആ കുറ്റം ഇനിയും നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആ കുറ്റം ഇനിയും ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളന്മാരെ ശാരീരികമായി നശിപ്പിച്ചുകൊണ്ടോ തകർത്തുകൊണ്ടോ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നശിക്കാൻ വേണ്ടി പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള നിരവധി ഗുണ്ടകളുടെ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടുള്ള പാർട്ടിയാണ്. പോലീസിന്റെ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടുള്ള പാർട്ടിയാണ്. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ചെങ്കുടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ലക്ഷോപലക്ഷം ആളുകൾ ഈ പാർട്ടിയുടെ പിന്നിൽ അണിയറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ പാർട്ടി ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പാർട്ടിയാണ്. ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ അവാർഡുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പുഷ്പ ശ്രീനിവാസൻ, വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, KK ആബിദലി എന്നിവർ പെൻഷൻ വിതരണം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KR ജയത്രൻ, AV സുകുമാരൻ, TK മധു തുടങ്ങിയവർ പ്രസംഗിച്ചു. തീരദേശത്ത് വ്യാപകമായി കുടിവെള്ളം പാഴാകുന്നു. പ്രധാന വിതരണ പൈപ്പായ 500 mm പ്രമോ പൈപ്പ് പല ഭാഗത്തും തകർന്നതാണ് കുടിവെള്ളം പാഴാകാൻ കാരണം. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് ഈ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. തളിക്കുളം തൊട്ട് തെക്കോട്ട് നിരവധിയിടങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം കുത്തിയൊഴുകുന്നുണ്ട്. ചന്ദ്രാപിന്നി CV സെന്റർ, എടമുട്ടം പുളിഞ്ചോട്, ചൂലൂർ, കയ്പമംഗലം, ചളിങ്ങാട്, ശിവനട, കാക്കാത്തിരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളം പാഴാവുകയാണ്. കാട്ടൂർ പറയംകടവിൽ പ്രധാന വിതരണ പൈപ്പ് തകർന്നതിന്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞാൽ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ ചോർച്ചകൾ പരിഹരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി നാട്ടിക എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പെൻഷൻ ശമ്പള പരിഷ്കരണ ശുപാർശകൾ സമർപ്പിക്കാത്തതിലും ഇടക്കാലാശ്വാസം അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം KSSPU ബ്ലോക്ക് പ്രസിഡന്റ് AK ജനാർദ്ദനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PR രഘുനാഥ്, KN വിമല, റീത്ത എന്നിവർ സംസാരിച്ചു. ജൂൺ 20-ാം തീയതി ഒരു പത്ര റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശമ്പള പരിഷ്കരണ റിപ്പോർട്ട്, അതോടൊപ്പം പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് ജൂൺ 30-ാം തീയതി തന്നെ അവതരിപ്പിക്കും, സർക്കാരിന് കൊടുക്കും. അതിൽ ഇതോടൊപ്പം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഈ റിപ്പോർട്ട് 3 ഘട്ടമായിട്ടാണ് നടപ്പിലാക്കുക. ഒന്നാമത്തെ ഘട്ടം ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും പരിഷ്കരിക്കുന്ന
തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ടെമ്പിൾ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൃഷ്ണശില വിരിച്ച് നവീകരിച്ച പടിഞ്ഞാറേ നടപ്പന്തലിന്റെ സമർപ്പണ ചടങ്ങ് ഈ മാസം 4-ന് നടത്തുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 8-ന് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കൃഷ്ണശില വിരിച്ച നടപ്പന്തലിന്റെ സമർപ്പണ ചടങ്ങ് നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിക്കും. ഗീതാ ഗോപി MLA മുഖ്യാതിഥിയായിരിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ EA രാജൻ, KD ബാഹുലേയൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. 16 ലക്ഷത്തോളം രൂപ ചിലവിലാണ് കൃഷ്ണശില വിരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്ത്രിമഠത്തിന്റെ മുൻവശം, പുത്തൻകുളത്തിന്റെ നടവഴി, ഡ്രൈനേജ് മുതലായവയും വൃത്തിയാക്കി കൃഷ്ണശില വിരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ടെമ്പിൾ ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് PG നായർ, സെക്രട്ടറി UP കൃഷ്ണനുണ്ണി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M സ്വർണലത, VR പ്രകാശൻ, ഭൂപേഷ് വെള്ളാഞ്ചേരി എന്നിവർ പങ്കെടുത്തു. നാട്ടിക SN കോളേജ് NSS NCC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് 1-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ജൂലൈ 3 അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായാണ് നാട്ടിക ബീച്ചിൽ വിദ്യാർത്ഥികൾ ശുചീകരണം നടത്തിയത്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ലോക പ്ലാസ്റ്റിക് വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി അതിന്റെ മുന്നോടിയായി വളരെ സേവന സന്നദ്ധമായ ഒരു പ്രവർത്തന പരിപാടിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. നാട്ടിക ബീച്ചിനെ ഒരു ക്ലീൻ ബീച്ചാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികളുടെ കൂട്ടായ്മ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന തരത്തിൽ ഇവിടെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ആരോഗ്യപൂർണമായ ഒരു സമൂഹ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്കുള്ള നടപടികളുടെ ഭാഗമായി രാജ്യം മുഴുവൻ ശുചിത്വപൂർണ്ണമാക്കുന്നതിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C അനിത ശങ്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KP സുഖദാസ്, അധ്യാപകരായ ശ്രീജിത്ത്, ലത, ചിത്ര, സൗമ്യ, സവിത എന്നിവർ നേതൃത്വം നൽകി. കോളേജിലെ NCC, NSS, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ നാട്ടിക ബീച്ചിലേക്ക് പ്ലക്കാർഡുകളുമേന്തി റാലിയായി എത്തിയാണ് ശുചീകരണം നടത്തിയത്. തീരപ്രദേശം പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന പ്രക്രിയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും തുടരും. പ്ലാസ്റ്റിക് കത്തിച്ചാലും വലിച്ചെറിഞ്ഞാലും അപകടകാരിയാണെന്നും ഇതിനെ പുനരുപയോഗത്തിന് വിധേയമാക്കണമെന്നും ഇവർ സന്ദേശവും നൽകി. ജൂലൈ 3-ന് കോളേജിൽ ബോധവൽക്കരണ സെമിനാർ നടത്തുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ C അനിത ശങ്കർ അറിയിച്ചു. 130ഓളം കുട്ടികൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.